അല്ല, അത് മന്ത്രി നമ്മൾക്ക് ഓരോരുത്തരും ഉറപ്പ് പറഞ്ഞാൽ അത് വിശ്വസിക്കലാണ് നമ്മളെ പണി. സർക്കാർ ഇപ്പോഴും നിൽക്കുന്നത് അവരതിൻ്റെ പ്രായോഗിക വശം നമ്മളെ ബോധ്യപ്പെടുത്തി. കാരണം ഇത് പിന്നെ കോർട്ടിൽ നിന്നുള്ള വിധികളാണ്, അതിൽ നിന്നുള്ള പ്രത്യേക കമ്മീഷൻ്റെ തീരുമാനമാണ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ അടുത്ത വർഷം ആദ്യം തന്നെ നമുക്കിതിനെ പറ്റി കൂടി ആലോചിച്ച് വളരെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, പ്രതിഷേധം അങ്ങനെ തന്നെ ഇല്ലേ, നല്ല മറുപടിയിലേക്ക് പ്രതിഷേധം ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണ്. നല്ല മറുപടി ഉണ്ടായപ്പോൾ പ്രതിഷേധം നമ്മൾ നിർത്തിവെച്ചു. ഞങ്ങൾക്കത് അറിയില്ല, അതുകൊണ്ടാണ് നമ്മൾ പ്രതിഷേധം. പിന്നെ അവർ നമ്മൾ വിശദീകരിച്ച് തന്നു, കോടതി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ ഞങ്ങളോട് പറഞ്ഞ് മനസ്സിലാവും. പിന്നെ അടുത്ത വർഷം വേണ്ടതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. പിന്നെ ഒരാളൊരു വാക്ക് പറഞ്ഞാൽ അത് അനുസരിക്കുക, അല്ല അത് സ്വീകരിക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്, അത് പാലിക്കപ്പെടുന്നല്ലേ നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെയും മലപ്പുറത്ത് ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ല എന്ന് അത് ഞങ്ങളുണ്ടാവില്ല, വേറുള്ളതൊന്നും വഴങ്ങില്ല എന്നാണ് എനിക്കറിയാം. ഇല്ലില്ല, ഞങ്ങൾക്ക് പിന്തുണ, ഞങ്ങൾ വേറെ ആരും പിന്തുണ ഞങ്ങൾ നോക്കണില്ലല്ലോ. ഞങ്ങളല്ലേ മദ്രസ നടത്തുന്നത്, ഞങ്ങൾക്ക് ഞങ്ങളെ ആളുകളെ പിന്തുണ നോക്കിയാൽ മതിയല്ലോ. ലീഗ് അടക്കം ഒരു മൗനം പാലിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു സംസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഞങ്ങൾ നോക്കുന്ന ഞങ്ങളുടെ മദ്രസകളെയാണ്. മദ്രസകളെല്ലാവരും അതിന് പിന്തുണ നൽകുന്നുണ്ട്. മദ്രസകളും മദ്രസൻ്റെ മാനേജ്മെൻറ്റും ഒക്കെ അതിന് അനുകൂലമാണ്. പിന്നെ വേറെ ആരെങ്കിലും പിന്തുണക്കുകയും ചെയ്യാൻ നോക്കിയിട്ടല്ല. ഞങ്ങളൊന്നിനും ഒരു ഞങ്ങളെ പിന്നെ ഡിക്ഷണറി സമരം എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഞങ്ങളൊക്കെ പ്രതിഷേധം അറിയിക്കലുള്ളൂ. ആ അറിയിക്കലേ ഞങ്ങൾ സമസ്തക്ക് സമരം എന്ന് പറഞ്ഞ ഒന്നുമില്ല. അങ്ങനെയൊന്നും സമസ്ത അതിന് മുതിരാറില്ല, അങ്ങനത്തെ ഒന്നും ചെയ്യാറില്ല. പിന്നെ സമരം എന്നൊക്കെ പറഞ്ഞ് പത്രക്കാരും മാധ്യമക്കാരൊക്കെ എഴുതുകയാണ്.